അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യം നിറഞ്ഞൊഴുകുന്ന അനുഗ്രഹീത ദിനങ്ങളാണ് റമദാൻ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അള്ളാഹു നൽകുന്ന ഒരു അപൂർവ സന്ദർഭമാണ് ഇത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. അൽ ബഖറ 183. വിശപ്പിനും ദാഹത്തിനും അപ്പുറം ആത്മാവിൻ്റെ നവീകരണമാണ് റമദാനിലെ ഉപവാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സ്വയം ആത്മപരിശോധന നടത്താനും ആത്മസംസ്കരണത്തിലൂടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും ഹൃദയത്തെ ദൈവസ്മരണയിലേക്ക് നയിക്കാനുമുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേക ക്ഷണമാണിത്. അള്ളാഹു തുടരുന്നു, ഈ വ്രതാനുഷ്ഠാനം ചില നിശ്ചിത ദിവസങ്ങളിലാണ്. അൽ ബഖറ 184. അതെ, വ്രതത്തിൻ്റെ ദിനങ്ങൾ എണ്ണത്തിൽ കുറവാണ്, പക്ഷേ അവയുടെ മൂല്യം അളക്കാൻ കഴിയാത്തത്ര വലുതാണ്. റമദാനിലെ ഓരോ സൂര്യോദയവും നമ്മുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കാനും ഓരോ സൂര്യാസ്തമയവും അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യത്തെ നന്ദിയോടെ സ്മരിക്കാനുമുള്ള പുതിയ അവസരങ്ങളാണ്. ഈ അനുഗ്രഹീത മാസത്തിൽ ഓരോ ചെറിയ നന്മയും അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലേക്കുള്ള കവാടമായി മാറുന്നു. നിശബ്ദമായ രാത്രിയിൽ ശാന്തമായി ചൊല്ലുന്ന പ്രാർത്ഥനയും മറ്റൊരാൾക്ക് നാം നൽകുന്ന പുഞ്ചിരിയും ദയയോടെ നാം നീട്ടുന്ന സഹായവും നമുക്ക് സങ്കല്പിക്കാനാകുന്നതിലും വലിയ മൂല്യമുള്ളവയാണ്. മറ്റുള്ളവർക്ക് പകരുന്ന സ്നേഹവും കരുണയും ദയയും കൊണ്ടാണ് ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യം അളക്കപ്പെടുന്നതെന്ന് റമദാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അള്ളാഹു സ്നേഹത്തോടെയും വ്യക്തതയോടെയും പ്രഖ്യാപിക്കുന്നു, സമസ്ത മനുഷ്യർക്കും സന്മാർഗദായകവും മാർഗദർശനത്തിൻ്റെയും സത്യാസത്യ വിവേചനത്തിൻ്റെയും സ്പഷ്ടമായ തെളിവുകൾ ഉൾക്കൊള്ളുന്നതുമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. ഈ ദിവസങ്ങളിൽ വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിന് ദിശ നൽകുന്ന, മുറിവേറ്റ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്ന, അന്ധകാരമായ വഴികളെ പ്രകാശിപ്പിക്കുന്ന ഖുർആനുമായുള്ള ഒരു വിശുദ്ധ പുനഃസമാഗമമാണ് റമദാൻ. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവുമായി പരസ്പരം അടുത്തിരിക്കുന്നതായി തോന്നുമ്പോൾ അള്ളാഹു വിസ്മയകരമായ ഒരു കാര്യം നമ്മോട് പറയും. എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ ചോദിക്കുമ്പോൾ പറയുക, നിശ്ചയമായും ഞാൻ സമീപസ്ഥനാകുന്നു. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അൽ ബഖറ 185. അള്ളാഹു ഇവിടെ ഇടനിലക്കാരനെ വിളിക്കുന്നില്ല. അവൻ പറയുന്നു, ഞാൻ വളരെ അടുത്താണ്. നോമ്പിന്റെ നിശബ്ദതയിൽ, ഇഫ്താറിനു മുമ്പുള്ള ഹൃദയത്തുടിപ്പിൽ, തഹജ്ജുദിലെ കണ്ണീരിൽ. അതെ, എല്ലാം അള്ളാഹു കേൾക്കുന്നു. എല്ലാ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്കും അവൻ മറുപടി നൽകുന്നു. അതുകൊണ്ട് ഈ റമദാനിൽ നമുക്ക് ലക്ഷ്യബോധത്തോടെ വ്രതമനുഷ്ഠിക്കാം. മനസ്സിരുത്തി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. പ്രതീക്ഷകളോടെ കൈകൾ ഉയർത്താം. അള്ളാഹു നമുക്ക്
ഭയഭക്തി നൽകുകയും നമ്മുടെ നോമ്പുകൾ സ്വീകരിക്കുകയും അവനിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ.